മലപ്പുറത്ത് 1 വയസ്സുള്ള കുഞ്ഞ് മരിച്ചത് തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടിയതിനെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തൽ. മഞ്ഞപ്പിത്തത്തിന് മതിയായ ചികിത്സ ലഭിക്കാത്തത് സാഹചര്യം വഷളാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. 2 ദിവസം മുൻപാണ് കോട്ടയ്ക്കൽ സ്വദേശികളായ ദമ്പതികളുടെ മകൻ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാത്തതിനെ തുടർന്ന് നമ്മൾ സാഹചര്യങ്ങളുടെ ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം, ഒരു ജീവൻ എടുത്തു എന്ന കുറ്റകൃത്യം തന്നെ മാതാപിതാക്കൾ ചെയ്തു എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. ആ കുഞ്ഞിന് ചികിത്സ നൽകാത്തത് അത്ര വലിയൊരു കുറ്റകൃത്യമാണ്. എന്തൊക്കെയാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്? ഗുഡ് മോർണിംഗ് ശ്രീജ. വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് ഏകദേശം 1 മാസത്തോളം ആയിരുന്നു. മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് മഞ്ഞപ്പിത്തം തലച്ചോറിനെ ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ മഞ്ഞപ്പിത്തം തലച്ചോറിനെ ബാധിച്ചതോടെ തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടുന്ന ഒരു സ്ഥിതിയിലെത്തിയതാണ് ആ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് തലച്ചോറിലെ ഞരമ്പുകൾ പെട്ടെന്ന് പൊട്ടുകയും തുടർന്ന് രക്തസ്രാവം ഉണ്ടാവുകയും ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയുടെ മരണം ഉണ്ടായിട്ടുള്ളത്. അതിലേക്ക് നയിച്ചത് 1 മാസത്തോളം, ഏകദേശം ഈ കുട്ടിക്ക് 1 മാസത്തോളം അസുഖം ബാധിച്ചിട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് കാര്യമായ ചികിത്സ നൽകാത്തതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നയിച്ചത്. കുട്ടിക്ക് അക്യുപഞ്ചർ ചികിത്സ നൽകിയതായിട്ട് ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള ചികിത്സയാണ് നൽകിയിട്ടുള്ളത് എന്നത് അറിയേണ്ടതുണ്ട്. അതിന് ആര് ചികിത്സ നൽകിയെന്നുള്ളത് അറിയേണ്ടതുണ്ട്. കുട്ടിയുടെ കരളിൻ്റെ ഭാഗത്ത് അക്യുപഞ്ചർ ചികിത്സ നൽകിയതായിട്ടുള്ള ചില അടയാളങ്ങളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുവാൻ കുട്ടിയുടെ രക്ഷിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എപ്പോഴാകുമെന്ന് പറയാനാകില്ല. ഒരുപക്ഷെ കുറച്ച് ലാബ് പരിശോധനാ ഫലങ്ങൾ കൂടി വരേണ്ടതുണ്ട്. കുട്ടിയുടെ ആന്തരിക അവയവങ്ങളും മറ്റും പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ പരിശോധനാ ഫലങ്ങൾ കൂടി വന്നതിന് ശേഷമാകും ഒരുപക്ഷെ ഈ രക്ഷിതാക്കളെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോവുക. ഇത് മതിയായ ചികിത്സ കുട്ടിക്ക് ലഭിക്കാത്തതാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. കാരണം സാധാരണ മഞ്ഞപ്പിത്തം മൂർച്ഛിക്കുമ്പോൾ അപൂർവമായിട്ട് മാത്രമാണ് അത് തലച്ചോറിലേക്ക് വ്യാപിക്കുന്നതും അതിൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും ചെയ്യുന്നത്. രക്തക്കുഴലുകൾ പൊട്ടുന്ന ഒരവസ്ഥ ഈ ഒരു മഞ്ഞപ്പിത്തത്തിൽ അത്ര സാധാരണയായിട്ടുള്ളതല്ല. അതിന് വഴിവെച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ ചികിത്സ നൽകാത്തതും മരുന്ന് നൽകാത്തതും ഒക്കെ തന്നെയാണെന്ന് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താനാകും. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും അത്തരത്തിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഇനി പ്രധാനം ലാബ് പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. ഏതെല്ലാം തരത്തിൽ ഈ കുട്ടിയുടെ ശരീരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു വിശകലനം ഈ ലാബ് പരിശോധനാ ഫലങ്ങൾ കൂടി ആന്തരികവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷമേ നടത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുവരേക്കും മറ്റ് തരത്തിലുള്ള അന്വേഷണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകും. അതിനുശേഷമാകും ഒരുപക്ഷെ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയും അല്ലെങ്കിൽ അവർക്ക് എതിരെയുള്ള നടപടികൾക്ക് ആലോചന തുടങ്ങുകയും ചെയ്യുക. എന്നാണെങ്കിലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മലപ്പുറത്ത് ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് എതിരെ ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാമോ അത്തരത്തിലുള്ള നടപടികളെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. ഇതിൽ ഈ ഒരു രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും അക്യുപഞ്ചർ ചികിത്സ എന്നതിനപ്പുറം ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചികിത്സ നൽകാനോ കുട്ടിക്ക് വേണ്ട സമയത്ത് പരിചരണം നൽകുവാനോ അവർ ശ്രദ്ധിച്ചില്ല എന്നത് തന്നെയാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇത് അതീവ ഗുരുതരമായ സാഹചര്യം തന്നെയാണ്, ആശങ്കയുണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് തീർത്തിരിക്കുന്നത്. ശ്രീജ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കണം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. പെൻറ്റാവലൻ വാക്സിനൊക്കെ ഹെപ്പറ്റൈറ്റിസ് B അടക്കമുള്ള അസുഖങ്ങൾക്കുള്ള വാക്സിനാണ്. ഈ വാക്സിൻ നിഷേധം എന്ന് പറയുന്നത് ഒരു വലിയ വിപത്തായി തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇര ഇതിന് ആദ്യമായി തന്നെ വരുന്നത് എന്നുകൂടി പറയേണ്ടി വരും ഈ സമയത്ത്. അനുമോദ്, ഇവർ പിന്തുടർന്ന് വന്നിരുന്ന വിശ്വാസ പ്രമാണങ്ങൾ അതെന്തുമാവട്ടെ, പക്ഷെ ഒരു കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു എന്ന് പറയുന്നത് കൃത്യമായി ഈ സമാനമായി ഇത് ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജിലുമൊക്കെ കണ്ടിരുന്നു. അതുകൂടി ഈ സമയത്ത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ?
തീർച്ചയായും അശാസ്ത്രീയതയാണ് പ്രചരിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ എല്ലാ തരത്തിലും ശാസ്ത്രവിരുദ്ധതയാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. കുട്ടിയുടെ ജനനം മുതൽ അവരുടെ അത്തരത്തിലുള്ള പ്രചാരണം തുടങ്ങുകയാണ്. കുട്ടിയെ അവരുടെ അശാസ്ത്രീയതയ്ക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കും ഒരു തെളിവാക്കി, അല്ലെങ്കിൽ ഒരു പ്രദർശന വസ്തുവാക്കി, ഒരു പരസ്യമാക്കിയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വിമർശിക്കാവുന്ന തരത്തിലാണ് അവരുടെ മുൻകാല ചെയ്തികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ശാസ്ത്രീയമായിട്ട് നൽകേണ്ട ഒന്നും നൽകാതെ അത് പ്രകൃതി നൽകുന്നതാണ്, അത് അത്തരത്തിൽ തന്നെ സ്വീകരിക്കണമെന്ന തരത്തിലുള്ള ഒരു വാദമൊന്നും ഈ ആധുനിക കാലത്ത് അംഗീകരിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. കാരണം ഓരോ ജീവനും അത്രമാത്രം വിലപ്പെട്ടതാണ്. മാത്രമല്ല ഇവർ ചെയ്യുന്നതിനെ പിന്തുടർന്ന് എത്ര പേർ ഇതിൻ്റെ വഴി നടന്നിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ 3 മാസങ്ങൾക്ക് മുൻപ് ആ പെരുമ്പാവൂർ സ്വദേശിനിയായ യുവതി മലപ്പുറത്ത് പ്രസവത്തിനിടെ മരിച്ച സംഭവത്തിലും ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനൊക്കെ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് തന്നെ വിലയിരുത്തുന്നത്. കാരണം ഇവർ മീൻകറി വെക്കുന്നതിനിടെ പ്രസവിച്ചു എന്ന തരത്തിൽ പ്രസവം അത്രമാത്രം ലാഘവമാണെന്നും അത്രമാത്രം വളരെ ലളിതമാണെന്നും ഇത് വീട്ടിൽ തന്നെ ചെയ്യേണ്ടതാണെന്നും ഒരു തരത്തിലും ആശുപത്രിയുടെ ആ സ്വാധീനങ്ങളിൽ പെടേണ്ടതില്ലെന്നും അത്തരത്തിൽ ഒരു വഴിയും സ്വീകരിക്കേണ്ടതില്ലെന്നും വലിയ തോതിൽ തന്നെ ആഹ്വാനം ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളായിരുന്നു ഇവരോട് ഉണ്ടായിരുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിന്തുടർന്ന് ഒരുപാട് പേർ അതിൻ്റെ വഴി നടന്നിട്ടുണ്ട്. അതാണ് നമ്മൾ കൊല്ലത്ത് വെച്ച് അത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ചവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വരെ നടക്കുന്ന സാഹചര്യം കണ്ടത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുന്നത് അവരുടെ ശൈലിയിലുള്ള പ്രചാരണം നടത്തിയപ്പോൾ അത് ഒരുപാട് ജീവനുകൾക്ക് ഭീഷണിയാവുന്ന സാഹചര്യം തീർത്തിയിട്ടുണ്ട് ഇപ്പോഴെന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ ഇരയായത് അവരുടെ സ്വന്തം കുഞ്ഞാണ് എന്നുള്ളതാണ് അതീവ ദുഃഖകരമായ ഒരു കാര്യം. ശ്രീജ, ശരിയാണ് അനുമോദ്, വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 1 വയസ്സുള്ള കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത് മാതാപിതാക്കൾ പിന്തുടർന്നു വന്ന തെറ്റായ വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. പുരോഗമനപരമായ ഒരു സമൂഹം അതിനെതിരെ തിരിയേണ്ടതുണ്ട്. ഇത് ഇന്ന് ഹോസ്പിറ്റലുകളിലെ എല്ലാവിധ സാങ്കേതിക വിദ്യകളോടും കൂടി മാത്രം നടക്കുന്ന പ്രസവം എന്ന പ്രക്രിയ വളരെ സിമ്പിളായി വീട്ടിൽ നടക്കുമ്പോൾ കൂടെയുള്ള ഉമ്മമ്മയ്ക്കോ നവാസ്കയ്ക്കോ യാതൊരു ആശങ്കയോ പേടിയോ ഇല്ലായിരുന്നു എന്നത് ആശ്വാസം നൽകി. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രകൃതിപരമായ പ്രവർത്തനത്തിലുള്ള വിശ്വാസവും അടിയുറച്ച തീരുമാനവും മനസ്സിനെ ഒരു തരി പതറാതെ നിർത്തുകയും പടച്ചവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എല്ലാം മനോഹരമായി കഴിയുകയും ചെയ്തു. ഈ കുട്ടി ഹിര എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മ ഫേസ്ബുക്കിൽ തൻ്റെ പ്രസവത്തെക്കുറിച്ച് കുറിച്ചതാണിത്. ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക് എന്തും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ അത് അശാസ്ത്രീയതയാണെങ്കിൽ, അത് ഒരുപാട് പേരെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൃത്യമായി നിയമത്തിൻ്റെ മുന്നിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. ഇത് കണ്ട് എത്രയെത്രയോ സ്ത്രീകൾ വീട്ടിൽ പ്രസവിക്കാൻ താല്പര്യപ്പെടുകയോ നിർബന്ധിതരാവുകയോ ചെയ്തു എന്നതാണ് അതിലേറെ ഞെട്ടിക്കുന്ന വാർത്ത. ഇതൊരു വലിയ നെറ്റ്വർക്കായി തന്നെ വളർന്നു വലുതാവുകയും നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഇവരെയൊക്കെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി പോരാളികൾ എന്ന രീതിയിൽ ആദരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ശാസ്ത്രം മനുഷ്യൻ്റെ സഹായത്തിനെത്തുന്ന കാലമാണ്. ചികിത്സ എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കാനാണെങ്കിൽ അത് നിർബന്ധമായും അതിന് വിധേയരായേ തീരൂ എന്ന അവസ്ഥയുള്ള കാലമാണ്. ആ കാലത്താണ് ഇത്തരം അശാസ്ത്രീയത കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ കുഞ്ഞിന് വേണ്ട ചികിത്സ നൽകിയിരുന്നില്ല, അതുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നതിലേക്ക് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്.